ശബരിമലയിലെ സ്വർണം കവർന്നെടുത്തതിന് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക. അവന്മാർക്കെതിരെ നടപടിയില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത CPM നേതാക്കൾക്കെതിരെ നടപടിയില്ല. രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തെന്ന് ആക്ഷേപം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെതിരായി നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്! ഇതാണ് CPM-ന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. അപ്പൊ മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷോട് ചോദിച്ചാൽ മതി, കുറെ കൂടെ കൺഫ്യൂഷൻ ആക്കി തരും, കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കി തരും. ചോദിച്ചു കഴിഞ്ഞാൽ നാണമുണ്ടോ പാർട്ടിക്ക്? അവിടെ മാത്രമല്ല, കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഭിമന്യുവിനെ കൊന്നു, അതിന്റെ പണം അടിച്ചു മാറ്റി ആ പാവപ്പെട്ട വീട്ടിൽ കുറച്ച് പൈസ കൊടുത്തുള്ളൂ. തിരുവനന്തപുരത്ത് വിഷ്ണുവിനെ CPM-കാരനെ ആരാ കൊന്നത്? സംഘപരിവാർ. അപ്പൊ തുടങ്ങി പിരിവ്. ആ കുടുംബത്തെയും പറ്റിച്ചു. ഞാൻ 5-ാം തീയതി പുതുയുഗ യാത്ര തുടങ്ങാൻ കാസർഗോഡേക്ക് തിരിക്കുന്ന അന്ന് രക്തസാക്ഷിയായ CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം നേരെ കോൺഗ്രസ് ചേർന്നു. രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ CPM അധപ്പതിച്ചിരിക്കുന്നു. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന പ്രതികൾ ജയിലിലാണെന്ന് വെറുതെ പറയാ. ഞങ്ങൾ പരോളിന്റെ കണക്ക് നോക്കിയപ്പോ 1000 ദിവസത്തിലധികം ഇവര് പുറത്താണ്. 3 കൊല്ലത്തിനകം പരോള് കൊടുക്കേണ്ടത് ഒന്നുകിൽ ബന്ധുക്കൾ മരിക്കണം, അല്ലെങ്കിൽ ബന്ധുക്കൾ സീരിയസ് ആവണം. 1000 ദിവസം ഇവന്മാരുടെ ബന്ധുക്കൾ മരിച്ചോ, അല്ലെങ്കിൽ ബന്ധുക്കൾ സീരിയസ് ആയോ? പുറത്താണ്. ഇനി അകത്താണെങ്കിൽ അതിനേക്കാൾ സുഖമാണ്. ഞാൻ കേട്ടിട്ട് ഞെട്ടി. iPhone-ന്റെ 17 ഏറ്റവും ലേറ്റസ്റ്റ്. അതാണ് അവന്മാരുടെ കയ്യിലിരിക്കുന്നത്. അത് 18 ആയാൽ അപ്പൊ തന്നെ അവന്മാർ പറയും ജില്ലാ കമ്മിറ്റിയോട് ഇപ്പൊ വേണമെന്ന് പറയും. ജില്ലാ കമ്മിറ്റി അത് മാറ്റി അപ്പൊ 18 കൊണ്ടേ കൊടുക്കും. ഭക്ഷണം അവര് പറയും തലേ ദിവസം രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലാതെ ജയിലിലെ ചപ്പാത്തി ഒന്നും അല്ല കഴിക്കുന്നവര്. ഉച്ചയ്ക്ക് ചൈനീസ് ഫുഡ്, രാത്രി തണ്ടൂരി ചിക്കൻ. പിന്നെ മറ്റേ സാധനം തലേ ആഴ്ച പറയും ഏത് ബ്രാൻഡാണെന്ന്, അതുകൊണ്ട് മേടിച്ചു കൊടുക്കും. എന്താണെന്ന് ഇവന്മാർക്ക് പേടിയാണ്. അവരെ ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അവരത് പുറത്തു പറയും എന്ന് പറഞ്ഞ് എപ്പോഴും പേടിപ്പിക്കും. എന്നിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്, വെറുതെ അല്ല കൊണ്ടേ കൊടുക്കുന്നത്. അതങ്ങാൻ പുറത്തു പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റുകാരിൽ നടക്കുന്ന പലരും നേരെ അകത്തോട്ട് പോകും ജയിലിലേക്ക്.